കൊച്ചിയിൽ നടന്ന 6 വയസ്സുകാരിയുടെ കൊലപാതകം അതിന്റെ നടുക്കുന്ന വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് ഈ രണ്ടാനമ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. കിരൺ ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, ഇതേത് സ്ഥലത്താണ് ഇപ്പോൾ തെളിവെടുപ്പിന് ഇവരെ എത്തിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? ഇവരുടെ താമസിച്ചിരുന്ന കോതമംഗലം ഇരുമലപ്പടിയിലുള്ള വീട്ടിലെത്തിച്ചാണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. തെളിവെടുപ്പിന് വേണ്ടി അല്പസമയം മുമ്പാണ് ഈ രണ്ടാനമ്മയായിട്ടുള്ള അനീഷയെ വീട്ടിലേക്ക് എത്തിച്ചത്. ഇന്നലെ ഈ വീട്ടിൽ വെച്ചായിരുന്നു കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ഈ അനീഷ മാത്രമാണ് ഈ കേസിൽ പ്രതി ഉള്ളത് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അനീഷയായിരുന്നു തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടും എന്ന സംശയത്തെ തുടർന്ന് അനീഷയാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരം തന്നെയാണ് ഏതായാലും വ്യക്തമാകുന്നത്. മറ്റാർക്കും തന്നെ ഈ കേസിൽ പങ്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അനീഷയുമായി എത്തിച്ച് പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. ഇനി എന്താണ് അടുത്ത നടപടി എന്ന് വ്യക്തമാക്കുന്നു പോലീസ്? കാരണം ഈ തെളിവെടുപ്പിന് ശേഷം ഇവരെ വീണ്ടും എങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക? കൂടുതൽ അന്വേഷണം ഏത് തലത്തിൽ നടക്കും? വീണ, ഏതായാലും ഇവരുടെ ഈ വീട്ടിൽ, അതായത് ഈ ഇരുമലപ്പടിയിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു ഈ കൊലപാതകം നടന്നത്. അതായത് ഇന്നലെ രാവിലെയാണ് ഈ കുട്ടിയെ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത്. കിടന്നുറങ്ങിയ കുട്ടി പിന്നീട് മരിക്കുകയായിരുന്നു എന്നുള്ളൊരു വിവരമാണ് ഇവർ ആദ്യം അയൽവാസികളോടൊക്കെ പറഞ്ഞിരുന്നത്. ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി കിടന്നുറങ്ങിയ കുട്ടിയെ പിന്നീട് ഈ രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കണ്ടെത്തലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരുടെ ഈ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുന്നത്. ഇതിനുശേഷം ഇനി ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിന് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ, ശരി കിരൺ. കോതമംഗലത്ത് 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിയായ രണ്ടാനമ്മയുമായി ഈ കുട്ടി താമസിച്ചിരുന്ന വീട്ടിൽ തെളിവെടുപ്പ് നടത്തുന്നത് പോലീസ്.